الحمد لله الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله المولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തഖ്വയോടുകൂടി ജീവിതത്തിലെ ഓരോ നിമിഷവും കൊണ്ടുപോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട രണ്ട് അലങ്കാരങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് അലങ്കാരങ്ങളാണ് ഈ ലോകത്തുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ നമ്മൾ ഗണിക്കുന്ന നമ്മുടെ മക്കൾ, മറ്റൊന്ന് നമ്മുടെ എല്ലാവിധ ആസ്തിയും, നമ്മുടെ ധനവും, നമ്മുടെ സമ്പത്തും, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന, ജീവിതത്തിന് എളുപ്പം നൽകുന്ന, ജീവിതത്തിന് സമ്പുഷ്ടി നൽകുന്ന എല്ലാ തരം മാർഗങ്ങളും കാര്യങ്ങളും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് അലങ്കാരമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നു. ഈ ഒരു മുമ്പ് നടത്തിയൊരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, നമ്മുടെ മക്കൾ, നമ്മുടെ ധനം, ഇത് രണ്ടും നമുക്ക് അലങ്കാരമാണ്. വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്, എന്നാൽ അതിൽ നിന്ന് നീ അവശേഷിപ്പിക്കുന്ന അതിലുള്ള ബാഖിയാത്തുസ് സാലിഹാത്തുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നത്, അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നു. എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ മക്കൾ ബാഖിയാത്തുസ് സാലിഹാത്ത് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ഖുതുബയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ സമ്പത്ത് എങ്ങനെയാണ് ഒരു ബാഖിയാത്തുസ് സാലിഹാത്തായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിലായിട്ട് ഓഖ്ല, ഡൽഹി മൊത്തത്തിലും ഓഖ്ലയിലുമൊക്കെ ആയിട്ട് ഇലക്ഷൻ നടക്കുകയുണ്ടായി. ഇന്നലെ ഒരു ജേർണലിസ്റ്റ് ഓഖ്ലയിൽ നടന്ന ഇലക്ഷന്റെ പശ്ചാത്തലത്തെ കുറിച്ച് വിവരിച്ചുകൊണ്ട് കുറെ ചിത്രങ്ങൾ പുറത്തുവിടുകയുണ്ടായി. ആ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
ആ ചിത്രങ്ങൾ മുഴുവൻ വളരെ മലിനമായ, ഒരു വൃത്തിയുമില്ലാത്ത, ഒരു തരത്തിലും മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളായിരുന്നു അത്. മുസ്ലിം സമുദായം എന്നുള്ള നിലയിൽ ഇന്ത്യയിലുള്ള നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ ചിത്രീകരിക്കുന്ന ചില ചിത്രങ്ങളായിരുന്നു അത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓൾ ഇന്ത്യ ഡെപ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സർവേ, അതേപോലെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, ഇങ്ങനെ 2 തരത്തിലുള്ള സർവേകൾ ഇന്ത്യയിൽ നടക്കാറുണ്ട്. ഈ സർവേയുടെ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഓരോ കമ്മ്യൂണിറ്റിയുടെയും ഓരോ സ്റ്റേറ്റിന്റെയും ഒക്കെ ഏതൊക്കെ അർത്ഥത്തിലാണ് അവരുടെ അസറ്റ് ഉള്ളത്, എത്ര ശതമാനം അസറ്റാണ് ഓരോ കൂട്ടം ആളുകളും കൈവശപ്പെടുത്തി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ളത്, അവരുടെ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അവർ ശരാശരിയായി ചെലവഴിക്കുന്നത് എത്രയാണ് ഒരു മാസം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കണക്കുകൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ കണക്കുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തികമായ നിലനിൽപ്പ് എന്ന് പറയുന്നത്, സാമ്പത്തികമായ അവസ്ഥ എന്ന് പറയുന്നത് 2015, 2016 മുതൽ 2022, 2023 വരെയുള്ള കാലയളവിലെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന SC/ST വിഭാഗത്തെക്കാൾ OBC വിഭാഗത്തെക്കാൾ താഴെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ള അവകാശവാദങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഈ സർവേകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകും മുസ്ലിങ്ങളുടെ ജനസംഖ്യ അധികരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലൈനിന്റെ കാറ്റഗറിയിൽ വരുന്ന മുസ്ലിങ്ങളുടെ ജനസംഖ്യയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം കുടുംബം ശരാശരി ഇന്ത്യൻ മുസ്ലിം കുടുംബം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന വെൽത്ത്, സമ്പത്ത് എന്ന് പറയുന്നത് 15,57,000 രൂപ വിലയുള്ള സമ്പത്തോ ആസ്തിയോ ആണ്. ഇത് ഇന്ത്യയിലെ ആവറേജ് ഒരു ശരാശരി കുടുംബം ഇന്ത്യയിൽ അതിൽ എല്ലാ കാറ്റഗറിയും വരും അതിനേക്കാൾ താഴെയാണ്. OBC ആയിട്ടുള്ള മറ്റുള്ള എല്ലാ കാറ്റഗറികളെയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ശരാശരി മുസ്ലിം വീടിലെ ആളുകൾ ചെലവഴിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,100 രൂപയാണ് ഒരു മാസം ചെലവഴിക്കുന്നത്. അതേസമയം മറ്റുള്ള കമ്മ്യൂണിറ്റികളിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന OBC വിഭാഗം ചെലവഴിക്കുന്നത് 2,400 രൂപയാണ്. അതിനേക്കാൾ അപ്പുറം 3,000-ഉം 3,500-ഉം പ്രതിമാസം ചെലവഴിക്കുന്ന കുടുംബങ്ങളായിട്ടാണ് മറ്റുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഒരു ശരാശരി മുസ്ലിമിന്റെ, ഇന്ത്യൻ മുസ്ലിമിന്റെ സാമ്പത്തികമായ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ചിലപ്പോ ഭയങ്കര സുന്ദരമായ ചുറ്റുപാടുകളായിരിക്കാം. എന്നാൽ ഈ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ചെലവഴിക്കുന്നതിന്റെ പകുതിയോ അതിൽ പകുതിയോ അതിന്റെ 1/4 മാത്രമാണ് ഒരു ശരാശരി ഇന്ത്യൻ മുസ്ലിം വീടിൽ ചെലവഴിക്കുന്ന പൈസ എന്ന് പറയുന്നത്, അവരുടെ ചെലവ് എന്ന് പറയുന്നത്. ഈ ചെലവഴിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ചെലവാവാത്തതാണ്, അല്ലാതെ ചെലവഴിക്കാൻ ആവശ്യമില്ലാത്തത് കൊണ്ട് ചെലവാവാത്തതല്ല. ഇതാണ് ശരാശരി ഇന്ത്യൻ മുസ്ലിമിന്റെ, ഒരു മുസ്ലിം വീടിന്റെ ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ നിലനിൽക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സാമ്പത്തിക അച്ചടക്കം, സാമ്പത്തികമായ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ വളരെ നിർബന്ധമാണ്. അതിന്റെ സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങേണ്ടതുമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞു വെക്കാൻ കാരണം ഇത് തുടങ്ങുന്നത് നമ്മുടെ വീടങ്ങളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ വീടിനുള്ളിൽ തന്നെയാണ് ഈ സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക പ്ലാനിങ്ങും തുടങ്ങേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽ മാലു മാലുള്ള, സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ കൈവശമുള്ള സംഗതിയല്ല.
അതിന്റെ ഉടമസ്ഥാവകാശം ഒരിക്കലും നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഖിലാഫത്താണ്. സമ്പത്തിന്റെ ഖിലാഫത്താണ് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ കൈവശാധികാരമാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതെങ്ങനെ ചെലവഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരും. അതങ്ങനെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ധനത്തെ നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത്. അൽ മാലു മാലുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രണ്ട് കാര്യങ്ങൾ, ധനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, അത് എങ്ങനെ സമ്പാദിക്കണമെന്നും രണ്ട്, അതെങ്ങനെ ചെലവഴിക്കണമെന്നും. ഇതിൽ രണ്ടിലും ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ നിർദ്ദേശങ്ങളും ഉണ്ട്. നമ്മൾ ആദ്യം ഇത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പലപ്പോഴും നമുക്ക് അതിന്റെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. അതിലൊന്നാമത്തത് യുതഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, പാവങ്ങളായ അഗതികളായ ആളുകൾക്കും യതീമായ ആളുകൾക്കും ഒക്കെ നിങ്ങൾ എന്ത് കൊടുക്കണം. ആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മിസ്കീനായിട്ടുള്ള ആളുകൾ, യതീമായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ തരം ആളുകളും നിങ്ങളെ സാമ്പത്തികമായി നിങ്ങൾ ചെലവഴിക്കപ്പെടേണ്ട ആളുകളാണ്, നിങ്ങൾ കൊടുക്കേണ്ട ആളുകളാണ്. ഇങ്ങനെ ബാക്കിയുള്ള സ്വതക്കയായും സക്കാത്തായും ഇൻഫാഖായും ഖർള ഹസനയായും ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ചെലവഴിക്കലുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇതിൽ ഒരു മനുഷ്യൻ, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് നമുക്ക് ഇതിൽ ഓരോ വിഭാഗത്തിലും നമുക്കിതിലുള്ള ബാധ്യതകളുണ്ട്. നമ്മൾ ചെലവഴിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമ്മൾ സക്കാത്തിന്റെ കാര്യത്തിലാണെങ്കിലും സദക്കയുടെ കാര്യത്തിലാണെങ്കിലും, ഏറ്റവും നമ്മളോട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകൾ, നമ്മളെ തൊട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് നമ്മുടെ ധനത്തിൽ ഏറ്റവും അടുത്ത അവകാശികൾ. നമുക്ക് കുറെ പൈസ ഉണ്ട്, നമുക്ക് സദക്ക കൊടുക്കാനുണ്ട്, സക്കാത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ആളുകളെ തേടി ഇങ്ങനെ പോകും. നമ്മുടെ തൊട്ട് അടുത്ത് അയൽവാസി ആയിരിക്കാം, നമ്മളെ ഏറ്റവും അടുത്ത ചങ്ങാതി ആയിരിക്കാം, നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകളായിരിക്കാം. ഇവർക്കൊക്കെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ, സദക്ക കൊടുക്കാൻ പറ്റുമോ? എന്താ കൊടുത്താല് അങ്ങനെ കൊടുക്കണം. ദവിൽ ഖുർബ, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾ അതിന്റെ അവകാശികളാണ്. അപ്പൊ ആ അവകാശികളെ പരിഗണിച്ചതിന് ശേഷമാണ് മറ്റുള്ള അവകാശികളെ നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മറ്റൊരു കാറ്റഗറി, ഇതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതേപോലെ സ്പെഷ്യലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മെൻഷൻ ചെയ്തിട്ടുള്ള, പറഞ്ഞു വെച്ചിട്ടുള്ള ഈ പറഞ്ഞ ഖുർബ, യതീമായിട്ടുള്ള ആളുകൾ, ഫുഖറാക്കളായിട്ടുള്ള ആളുകൾ, മിസ്കീൻ ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, ഇതൊക്കെയുള്ള ആ സോഷ്യൽ കാറ്റഗറീസ് ആണ്. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് അത് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കലാണ്. ഈ പറഞ്ഞ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കലല്ല എന്നല്ല, ഇതൊക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയുള്ള ചെലവഴിക്കൽ തന്നെയാണ്. പക്ഷേ പ്രത്യേകമായിട്ടും ദീനുൽ ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. അതിൽ പലതരത്തിലുള്ള ചെലവഴിക്കലുകളുണ്ട്. നമ്മൾ ദാവാ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കും, നമ്മൾ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കൊടുക്കും, നമ്മൾ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കും. ഇനി അതുമല്ലാതെ നമ്മൾ ചില പബ്ലിക് ഗുഡുകൾ, അല്ലെ, എന്ന് പറഞ്ഞാല് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വീട് ഉണ്ടാക്കാൻ, പാവപ്പെട്ട ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കാൻ, കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ, ഇങ്ങനെ നമ്മൾ ചെലവഴിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇതിന്റെ കൂടെ തന്നെയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, സാമുദായികമായ ഉന്നം വെച്ചുകൊണ്ടുള്ള ചെലവഴിക്കലുകൾ. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഇനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. നമ്മൾ പലപ്പോഴും ഈ ഓരോ കർമ്മങ്ങളുടെയും അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹ് പറയും 7 ഇരട്ടി, 70 ഇരട്ടി, 700 ഇരട്ടി, ഇങ്ങനെ പറയുന്ന ഒരു കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഉത്ഭവം ഇവിടെ വെച്ചിട്ടാണ്. കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബിൽ, ഒരു വിത്ത്, ആ വിത്തിൽ നിന്ന് 7 എണ്ണം,
ആ ഓരോ 7 എണ്ണത്തിൽ നിന്നും 100 എണ്ണം, ഇങ്ങനെ 7ൽ നിന്ന് ഇരട്ടിയായി പോകുന്നതാണ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം അറബികൾക്ക് പരിചയമുണ്ടായിരുന്ന ഒരു നമ്പർ. അതാണ് 7. ഈ 7ൽ നിന്നാണ് 70, 700, 7000, 70000 എന്നുള്ള ഈ കണക്കുകളിലേക്ക് അറബികൾ പോകുന്നത്. ഒരുപാട് എന്നുള്ള അർത്ഥം വെക്കുന്നതാണ് ഇതൊക്കെ. ഒരു വിത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം, ഒരു തവണ നിങ്ങൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, അത് ഇരട്ടിയായി, മടങ്ങായി, ആയിരങ്ങളായി, പതിനായിരങ്ങളായി അത് പ്രതിഫലിക്കും. അതെവിടെയാണ് പ്രതിഫലിക്കുക? അത് ഇവിടെയും പ്രതിഫലിക്കും, അള്ളാന്റെ അടുത്തും പ്രതിഫലിക്കും. അത് വെറും നിങ്ങൾക്ക് എന്ത് നൽകുന്നതല്ല, അള്ളാന്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതി മാത്രമല്ല. അതെന്താണ്? ഈ പറഞ്ഞ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുന്ന എല്ലാവിധ ചെലവുകളും അത് അള്ളാഹു ഇരട്ടിയായി അതിനെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് ഡെവലപ്മെന്റ്. അപ്പോ ഈ എക്കണോമിക്സിന്റെ ടേമിൽ പറയുകയാണെങ്കിൽ പറയും ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്നൊരു പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാത്രമല്ല അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരിക, അതിന്റെ പ്രതിഫലമായിട്ട് വരിക. അതിൽ നിന്നും പിന്നീട് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് സൈക്കിൾസ് ഉണ്ടാവുകയും അത് ഇരട്ടിയായി ഔട്ട്പുട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്നുള്ള കൺസെപ്റ്റ്. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ഒരു തവണ കൊടുക്കുന്ന സദഖയാണെങ്കിലും ശരി, ഒരു തവണ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ശരി, ആ ഇൻവെസ്റ്റ്മെന്റ് അള്ളാഹു അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടേയിരിക്കും. രണ്ടർത്ഥത്തിൽ. ഒന്ന്, അത് ഇവിടെ തന്നെ മൾട്ടിപ്ലൈഡ് ആവും, പിന്നൊന്ന് അള്ളാന്റെ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിങ്ങനെ തവണകളായി, ഇതിങ്ങനെ ഇരട്ടിയായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വല്ലാഹു യുളാഇഫു ലിമൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം. ഇത് മാത്രല്ല, ഈ ഒരു വിത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ഒരു സ്വതക്കയെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? യുളാഇഫു ലിമൻ യശാ. അള്ളാഹു ആ കൊടുത്ത ആൾക്ക് തന്നെ വീണ്ടും ഇരട്ടിയായി കൊടുത്തുകൊണ്ടിരിക്കും. ഇനി എന്തിനാണ് ഈ കൊടുക്കൽ? ഈ കൊടുക്കലിൽ നേരത്തെ പറഞ്ഞതുപോലെ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ, ദീനുൽ ഇസ്ലാമിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, കൂടുതൽ മനുഷ്യന്മാരിലേക്ക് സഹായങ്ങൾ എത്തിക്കാൻ, ഇതൊക്കെ കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ വളർച്ചയിലെത്തിക്കുവാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻഫാഖ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മറ്റൊരു സംഗതി, ഈ കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ഈ ധനം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ചെലവഴിക്കുന്നുണ്ട്. ആ ചെലവഴിക്കണമെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള സമ്പത്ത് ഉണ്ടായി വരേണ്ടതുണ്ട്. ഈ സമ്പത്ത് ഉണ്ടായി വരുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, ഒരു ഭിക്ഷക്കാരൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് വരികയും അള്ളാഹു എന്ത് ചെയ്യുന്നു? ഒരു മഴുവെടുത്ത് അയാൾക്ക് കൊടുക്കുകയും അയാളോട് പറഞ്ഞു, എന്ത്? കാട്ടിൽ പോയി മരം വെട്ടി അതിനെ കൊണ്ട് കുടുംബം പോറ്റി ജീവിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഈ മഴുവായിരുന്നു. ആ മഴു കൊടുത്ത് ആ മഴുവിനെ കൊണ്ട് കാട്ടിൽ പോയി മരം വെട്ടി ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി അയാൾക്ക് തിരിച്ച് സക്കാത്ത് കൊടുക്കാനും സ്വതക്ക കൊടുക്കാനുമുള്ള കപ്പാസിറ്റിയിലേക്ക് അയാൾ വളർന്നു വരുന്നു. ഇതാണ് സ്വതക്ക. ഇതാണ് യുദാഇഫു ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നവർക്ക് അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇരട്ടിയായി കൊണ്ട് കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ ഭിക്ഷ യാചിക്കാൻ പാടില്ല, നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പണിയെടുത്ത് ജീവിക്കണം എന്ന് ഉള്ള സൂചന അള്ളാഹു നൽകുന്നു. ഇത് ഓരോ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർത്തവ്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ റെസ്പോൺസിബിലിറ്റി ആയി വരുന്ന ഒരു സംഗതിയാണ് പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളത്, ജോലി ചെയ്ത് സമ്പാദിക്കുക എന്നുള്ളത്. ഈ സമ്പാദിക്കുന്നതിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് ഹലാലായ മാർഗത്തിലുള്ള സമ്പാദനങ്ങളാണ്. ഇനി അത് കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇബാദത്തായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഒരിക്കല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഭയിൽ ഇങ്ങനെ സഹാബികൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പോ എന്തോ ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ദിക്റിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാള് ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഒരു ജോലിയിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹാബികളുടെ ഒരാൾ പറഞ്ഞു, അയാളും കൂടെ ഈ ദിക്റിലേക്ക് വന്നിരുന്നെങ്കിൽ അയാൾ എത്രത്തോളം നല്ലവനായി മാറിയേനെ, അല്ലെങ്കിൽ അയാൾക്ക്
കൂടുതൽ പ്രതിഫലം കിട്ടിയേനെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അവൻ ഇബാദത്തിലാണ്, അവന്റെ കുടുംബം പോറ്റാനുള്ള ഇബാദത്തിലാണ് ഇപ്പോൾ ഉള്ളത്, അവൻക്ക് ഇപ്പോഴും കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയുണ്ടായി. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അധ്യാപനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഇബാദത്തായി മാറുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? അപ്പോ നമ്മൾ ജോലി ചെയ്യണം, സമ്പാദിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഹലാലായത് സമ്പാദിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ രീതി. ഈ ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കണമെങ്കിൽ അത് ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ സമ്പാദനവും ദീനാണ്, നമ്മുടെ സമ്പാദനം ഇബാദത്താണ്, നമ്മുടെ ചെലവഴിക്കലും ഇബാദത്താണ്. നമ്മളെ സമ്പാദിക്കുന്നതിൽ ഈ പറഞ്ഞ യുദാഇഫു ലഹു ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. അല്ലാഹു അധികമായി ഇസ്തിഗ്ഫാറിനെ സ്വീകരിക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് കോരിച്ചൊരിയുന്ന മഴ പെയ്ച്ചു തരാം. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും അൻഹാറ. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് മക്കളെയും ഒരുപാട് ധനങ്ങളും ഞാൻ തരാം. എങ്ങനെ? വയജഅൽ ലക്കും അൻഹാറ. അങ്ങനെ ഒഴുകുന്ന നദികളും നിങ്ങൾക്ക് നൽകാം. ഏത് സമയത്താണ് നൽകുന്നത്? ഇസ്തിഗ്ഫാറിന്റെ കൂടെ. അപ്പോ ജോലി ചെയ്യണം, ആ ജോലി ഇബാദത്തായി മാറണം. ആ ഇബാദത്തും ഒക്കെ കൂടെയുള്ള സമയത്ത് തന്നെ ദീനിനെ മുറുകെ പിടിക്കണം. ഇതൊക്കെ നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക? ഇത് ഇരട്ടിയായി കിട്ടുക. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, ചെലവാകുന്നു, അല്ലെ? ഇതല്ലേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. നമുക്ക് സ്വതക്ക കൊടുക്കാൻ, നമുക്ക് സ്വതക്ക ജാരിയകൾ കൊടുക്കാൻ, നമുക്ക് മറ്റുള്ള എന്തെങ്കിലും പ്ലാനുകൾ ചെയ്യാൻ ഇതിനൊന്നും കഴിയാത്ത വിധം നമ്മുടെ സമ്പത്ത് നമ്മളെ മുറുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട സംഗതി ഇത് തന്നെയാണ്. അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധം എന്തായിരുന്നു, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായി നമ്മൾ പുനരാലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് എന്താണ് ഇസ്തിഗ്ഫാറാണ് നമ്മുടെ ഇതിൽ പാളിപ്പോയിട്ടുള്ള സംഗതി, നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പോയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ ആയിരിക്കാം, അള്ളാഹുമായിട്ടുള്ള ബന്ധമായിരിക്കാം. അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാൽ, സമ്പത്ത് എന്ന് പറയുന്നത് അത് ഇരട്ടിയായി, അതാണ് നിങ്ങളുടെ മാല് ഇരട്ടിയായി കൊണ്ടിരിക്കും. നിങ്ങൾക്ക് മക്കളും ഒരുപാട് അള്ളാഹു നൽകും. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമ്പാദനങ്ങളെ കുറിച്ചും നമ്മുടെ ചെലവഴിക്കലുകളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. നമ്മൾ എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റുകളും ചെയ്യും. നമ്മുടെ വീട്ടിൽ എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം, ഏത് സമയത്ത് വാങ്ങണം, ഇതൊക്കെ നമ്മൾ സമയവും നമ്മുടെ സാലറി വരുന്ന സമയം, നമ്മൾ ചെലവാകുന്ന സമയം, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യാത്തൊരു സംഗതി ഉണ്ട്, അതാണ് സ്വതക്ക. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ, സാമ്പത്തികമായ അച്ചടക്കത്തിന്റെ, സാമ്പത്തികമായ പ്ലാനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സ്വതക്കകളും സകാത്തുകളും ഉണ്ടാവുക എന്നുള്ളതാണ്. ടാക്സ് അല്ല, സ്വതക്കയും സകാത്തുമായിക്കൊണ്ട് ഞാൻ കൊടുക്കാൻ ഇത്രയും എനിക്ക് കൊടുക്കണം, ഇത്ര ശതമാനം കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹു പലിശയെ നശിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ഇങ്ങനെ നിങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇരട്ടിയായി ഇതൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ധനത്തെ ആ അർത്ഥത്തിൽ കാണുവാനും സമ്പാദിക്കുവാനും അതൊക്കെ മുസ്ലിം സമുദായത്തിന്റെയും മറ്റെല്ലാ സമുദായങ്ങളുടെയും നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കുവാനും സ്വതക്കകളായിക്കൊണ്ടും വഖഫുകളായിക്കൊണ്ടും മറ്റ് യതീമുകൾക്കും അഗതികൾക്കും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ കുടുംബങ്ങൾ ശക്തിപ്പെടുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ശക്തിപ്പെടുക. അങ്ങനെ കമ്മ്യൂണിറ്റി ശക്തിപ്പെടുമ്പോഴാണ് നമ്മുടെ മുസ്ലിം സമുദായം എന്നുള്ള നിലയിൽ, ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ
നമ്മൾ വളർന്നു വരിക, നമ്മൾ ഡെവലപ്ഡ് ആയി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ മനസ്സിലാക്കുകയും അതിന് നമ്മുടെ കുടുംബങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന കൂട്ടം ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സാമ്പത്തിക അച്ചടക്കവുമായി ബന്ധപ്പെട്ട, സാമ്പത്തിക അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, ഹറാമായ എല്ലാത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഹലാലായതിൽ തൃപ്തിപ്പെടാൻ എനിക്ക് ബർക്കത്ത് ചെയ്യണമേ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ക്ഫിനി, എന്നെ സംതൃപ്തി അടയിപ്പിക്കണമേ, ബിഹലാലിക അൻ ഹറാമിക, ഹലാലായതിനെ കൊണ്ട് ഹറാമിനെതിരെ, വബിത്വാഅതിക അൻ മഅസിയതിക, നിന്നെ അനുസരിക്കുന്നതിൽ എനിക്ക് തൃപ്തി നൽകണമേ, നിന്നെ എതിർക്കുന്നതിൽ എനിക്ക് തൃപ്തി നൽകാതിരിക്കുകയും ചെയ്യണമേ, അതിൽ നിന്ന് എന്നെ വിട്ടു നിൽപ്പിക്കണമേ. വബിഫദ്ലിക, അല്ലാഹുവേ, നിന്റെ ഫദ്ലിൽ എനിക്ക് തൃപ്തി നൽകണമേ, അതിൽ കഫായത്ത് നൽകണമേ. അമ്മൻ സിവാക്, മറ്റെല്ലാ ആളുകളിൽ നിന്നും മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും അല്ലാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്നും എനിക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്തെ പ്രാർത്ഥന. മറ്റൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്ലി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഈ രണ്ട് പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്നാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്. ഈ പ്രാർത്ഥനകൾ ഭാഗമാക്കി മാറ്റുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ വരുമാനങ്ങളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയെക്കുറിച്ച്, അതിന്റെ ഹലാലിയത്തിനെ കുറിച്ച് ഒക്കെയുള്ള ഓർമ്മകളിലേക്ക് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയും ആ ദിക്റിലൂടെ ഈ പറഞ്ഞ എല്ലാവിധ നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകളും സാമ്പത്തികമായ പ്ലാനിങ്ങുകളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിടയിൽ കഷ്ടപ്പെട്ടിരിക്കുന്ന സാമ്പത്തികമായും ആരോഗ്യപരമായും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും സൗഖ്യം നൽകി, സുഖം നൽകി, അതിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ ചെറുതും വലുതുമായ വീഴ്ചകൾ പടച്ചവനെ നീ പുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അവിടെ കടമുണ്ട് ഇവിടെ കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്താൻ ഉള്ള രീതിയിലുള്ള അവസ്ഥകളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് നൽകണമേ തമ്പുരാനെ. എല്ലാ കടബാധ്യതകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മോചിപ്പിച്ച് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, നിന്റെ അടിയാറുകളായ നമ്മൾ ഒരുപാട് വീഴ്ചകൾ പറ്റുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. മുസ്ലിം സമുദായം എന്നുള്ള നിലയിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അള്ളാഹുവെ, നിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കൊണ്ട്, നിന്റെ പ്രത്യേകമായ സഹായങ്ങൾ കൊണ്ട് കൂടുതൽ ഉന്നമനങ്ങളിലേക്ക് എത്തുവാൻ, അള്ളാഹുവെ, ഈ സമുദായത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതിൽ ഭാഗഭാക്കാകുവാൻ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, നിന്റെ അടിയാറുകളായ ഒരുപാട് ആളുകൾ ഗസയിലും മറ്റും ഉള്ള ആളുകൾ അവർ ഒരുപാട് പ്രയാസങ്ങളിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ആവതും താക്കത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ. അവർക്ക് കൂടുതൽ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ,
സൗകര്യപ്രദമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ, അള്ളാഹുവെ നിന്റെ നാമം ഒരുപാട് വാനോളം പുകഴ്ത്തുവാൻ അതിലെല്ലാമുള്ള സൗകര്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اكفنا بحلالك عن حرامك وبطاعتك عن معصيتك بفضلك عمن سواك. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وأصحابه وسلم. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.